വിക്കിപീഡിയ സിനിമകൾ കാണുമ്പോഴും ആഡ് ഫിലിംസ് കാണുമ്പോഴും ഒക്കെ നമുക്ക് അറിയാം ഒരു വളരെ മോഡേണായിട്ട് ചിന്തിക്കുന്ന മോഡേൺ വിഷ്വൽസ് മനസ്സിൽ കാണുന്ന വളരെ ഫാസ്റ്റായിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു ഫിലിം മേക്കറാണ്. അങ്ങനത്തെ ഒരാളുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഹിന്ദുസ്ഥാനി സംഗീതവും വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളും അങ്ങനത്തെ അത്തരം പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ പാട്ടുകളാണ് എല്ലാ സിനിമകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലൊരു വൈരുദ്ധ്യമില്ലേ? അല്ല, വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോൾ ഒരു സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ നാടകം പഠിക്കണമെന്ന് തോന്നിയത് തന്നെ കുറേ നല്ല സിനിമകൾ കണ്ടിട്ടാണ്. അതായത് മലയാളത്തിലെ സിനിമകൾ, ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ നമ്മൾ പിന്നീടാണ് കാണുന്നത്. പക്ഷേ മലയാള സിനിമ നമ്മുടെ മനസ്സിലുണ്ടാക്കി തന്നിട്ടുള്ള ഒരു എസ്തെറ്റിക് സെൻസിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അത് 60-കളിലെയും 70-കൾ ഇപ്പോൾ നമ്മൾ ഭാർഗവ നിലയം തൊട്ട് തുടങ്ങാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഭാർഗവ നിലയം, ഓളവും തീരവും എന്നുള്ള സിനിമയ്ക്ക് വിഷ്വൽ കൊണ്ട് റിച്ചാണ്. അതായത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷ്വൽസും അങ്ങനെയുള്ള ഒരു ഇമേജറിയും കണ്ട് വളർന്നിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് മനസ്സിൻ്റെ അടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇറ്റ് ഇസ് ദെയർ. പിന്നെ അത് ഈ ആഡ് ഫിലിമിലായ കാരണമുള്ള ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഒരു അപ്ഡേറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു അപ്ഡേറ്റിങ്ങിൻ്റെ ഫലമാണ് കുറച്ചുകൂടെ അതിൻ്റെ ടെക്നോളജി വേണ്ടത്. പക്ഷേ വിഷ്വൽ സെൻസും എസ്തെറ്റിക് സെൻസും സ്റ്റിൽ ഇറ്റ് ലൈസ് ദെയർ ഓൺലി. അതായത് പഴയ മലയാള സിനിമകളും അതുപോലെ ഏറ്റവും കൂടുതൽ റിച്ചായിട്ടുള്ള സിനിമകളാണ് മലയാളത്തിൽ വിഷ്വൽസ്. ഭരതേട്ടൻ്റെ, പത്മനാഭൻ സാറിൻ്റെ, അതുപോലെ തന്നെ കെ എസ് സേതുമാധവൻ, പി എൻ മേനോൻ, അവർ ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഇതിപ്പോൾ ഇൻക്ലൂഡിങ് കമൽ സാറ്, സിബി സാറ്, ജോഷി സാർ, ഇവരുടെയൊക്കെ ഒരു വിഷ്വൽസ് എന്ന് പറയുന്നതും വളരെ ഭംഗിയുള്ള വിഷ്വൽസാണ്. അതാണ് ഇപ്പോൾ അത് അവിടെ നിന്നുണ്ടായിട്ടുള്ളൊരു പ്രചോദനം തന്നെയാണ്. ആ ഒരു വിഷ്വൽസ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതാണ്, അല്ലാതെ ഒരു ആഡ് ഫിലിമിൻ്റെ ഒരു സെൻസിബിലിറ്റിയോ അല്ലെങ്കിൽ അതുകൊണ്ടല്ല വിഷ്വൽസ് റിച്ച് ആവുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഐ തിങ്ക് നമ്മുടെ സമ്പന്നമായിട്ടുള്ള മലയാള സിനിമയുടെ ഒരു പാരമ്പര്യം തന്നെയാണ്. പിന്നെ മോഡേൺ ടെക്നോളജികൾ വന്നപ്പോൾ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ടായപ്പോൾ അത്തരം ടെക്നോളജികൾ പഠിക്കുന്നു. അല്ലെങ്കിൽ അത് സിനിമ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഓരോ ദിവസവും പഠിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. ഒരിക്കലും സിനിമ എന്നുള്ളൊരു പഠനം എന്നും ഒരു സിനിമയുടെ സ്റ്റുഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഐ തിങ്ക് എവറി ഡേ ടു ഡേ ദ ഡെവലപ്മെൻറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ദൈനംദിനെന്ന് ഞാൻ പറയാം ഈ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അപ്പോൾ ഇതൊരു അപ്ഡേറ്റിംഗ് ഒരു സെൻസിബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ലൈക്ക് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ, ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സ്, ഏറ്റവും നല്ല ടെക്നിക്കൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സംവിധാനം, അത് നാഷണൽ ലെവലിലായാലും ശരി ഇൻ്റർനാഷണൽ ലെവലിലായാലും ശരി, നമുക്ക് അവിടെ അബ്രോഡ് വഴി ഇത് വർക്ക് ചെയ്യാനുള്ള അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ കാരണം വരുന്ന ഒരു എസ്തെറ്റിക് ഡെവലപ്മെൻ്റ് ആണത്. പക്ഷേ ബേസിക് എസ്തെറ്റിക് സെൻസ് ലൈസ് ഇൻ മലയാള സിനിമ. വിഷ്വൽ ആയാലും ശരി, അതിന് കഥാകഥന രീതിയായാലും ശരി, സ്റ്റോറി ടെല്ലിംഗ്, നരേഷൻ പോയിന്റ് ഓഫ് ആയാലും ശരി, പെർഫോമൻസസ് ആയാലും ശരി, ഐ തിങ്ക് എവറിത്തിങ്, ഈവൻ മ്യൂസിക്. ലൈക്ക് എനിക്ക് വളരെയധികം പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആസ്വാദനം